മയക്കുമരുന്ന് മാഫിയയിൽപ്പെട്ട ചിലരെ അവരുടെ ഗോഡൌണിൽ വെച്ച് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ റോഡിൽ വെച്ച് പാർവതി അറ്റാക്ക് ചെയ്യാൻ വന്നവരെ ഞാൻ കണ്ടിട്ടില്ല. രണ്ടും ഒരേ ടീം തന്നെയാണോന്ന് പാർവതിയോട് ചോദിച്ചാലേ അറിയാൻ പറ്റൂ. അവളെന്താ വരാത്തത്? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. സർ, ഇതാണ് പാർവതി. പാർവതി, സാറിന് എന്തൊക്കെയോ നിന്നോട് ചോദിക്കാനുണ്ട്. അരവിന്ദോ? അല്ല, അരവിന്ദനോട് വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. പാർവതിയും കുട്ടി മുക്തിയോട് വരാനല്ലേ ഞാൻ പറഞ്ഞത്. അതെ അങ്കിൾ, കൈലാസ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഞാനൊന്നും ഒന്ന് കണ്ടില്ലല്ലോ. അപ്പോൾ കൈലാസിനെ ഒന്ന് കാണുകയും ചെയ്യാം, കേസിന്റെ കാര്യങ്ങൾ എന്തായെന്ന് അന്വേഷിക്കുകയും ചെയ്യാമെന്ന് കരുതി വന്നതാ. പാർവതി അല്ലേ? കൈലാസിന് ആക്സിഡന്റ് ഉണ്ടായി. അന്ന് എന്തൊക്കെയാ നടന്നത്? ആദ്യം മുതൽ പറയണം. ആ ഗുണ്ടകളുടെ എല്ലാവരുടെയും മുഖം നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട് സർ. കൈലാസിനെ ഇടിച്ച കാർ ഓടിച്ച ആളുടെ മുഖവും ഓർമ്മയുണ്ടോ? ഇല്ല സർ. കാറിടിച്ച് റോഡിൽ വീണ കൈലാസ് സാറിനെ രക്ഷിക്കാനാണ് ഞാൻ നോക്കിയത്. കാറിടിച്ച ആളെ നോക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. ആ കാറ് നിർത്താതെ പോവുകയും ചെയ്തു. ആ കാറിന്റെ നമ്പർ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? ഇല്ല സർ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മയക്കുമരുന്ന് കള്ളക്കടത്ത് നടന്നവരുടെ ഗോഡൌണിൽ നീ പോയില്ലേ? അന്ന് അവിടെ എന്താ സംഭവിച്ചത്? അവരും റോഡിൽ വെച്ച് നിന്നെ കൊല്ലാൻ വന്നവരും ഒരേ ആൾക്കാർ തന്നെയാണ്? അല്ല സർ. സർ, ഡ്രഗ്സ് ചെറിയ ചെറിയ അളവിൽ പാക്ക് ചെയ്യാനും അത് ഞങ്ങൾ കയറ്റി അയക്കുന്ന തുണിത്തരങ്ങൾക്കിടയിൽ ഒളിപ്പിക്കാനും ആ ബോക്സുകൾ വീണ്ടും ലോഡ് ചെയ്യാനും ആൾക്കാർ വേണമല്ലോ. അവരെ ആയിരിക്കും ഞങ്ങൾ അവിടെ ഗോഡൌണിൽ കണ്ടത്. പാർവതിയെ കൊല്ലാൻ നോക്കിയത് ഡ്രഗ്സ് മാഫിയ ഏർപ്പാടാക്കിയ ഗുണ്ടകളായിരിക്കും. എന്റെ നിഗമനവും അത് തന്നെയാ. പാർവതിയെ ആ ഗുണ്ടകൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അവരെ അതിനെ നിയോഗിച്ചവർ ആ പരിസരത്ത് എവിടെയോ ഉണ്ടായിരുന്നിരിക്കണം, എല്ലാം കണ്ടുകൊണ്ട്. ആ സമയത്ത് കൈലാസ് അവിടെ എത്തുകയും പാർവതിയെ രക്ഷിക്കുകയും ചെയ്തില്ലേ? അതിന്റെ ദേഷ്യത്തിൽ കൈലാസിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതായിരിക്കാം. അതെന്തായാലും ഒരു അപകടമല്ല, മർഡർ അറ്റംപ്റ്റ് തന്നെയാ. കേട്ടില്ലേ അരവിന്ദ്? അതൊരു മർഡർ അറ്റംപ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? ആരുടെയോ അശ്രദ്ധ കൊണ്ടോ കയ്യബദ്ധം കൊണ്ടോ സംഭവിച്ച അപകടമായിരിക്കുമെന്ന് അല്ലെ? ഇപ്പോ സാറ് പറഞ്ഞത് നീ കേട്ടില്ലേ? അത് ആക്സിഡന്റ് അല്ല, മർഡർ അറ്റംപ്റ്റ് തന്നെയാണ്. സർ, അത് ചെയ്തത് ആരായാലും എത്രയും പെട്ടെന്ന് സാർ അവനെ കണ്ടെത്തണം. എന്നിട്ട് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അവനെ ഞങ്ങൾക്കൊന്ന് വിട്ടുതരണം. കൊല്ലില്ല, ജീവനോടെ തന്നെ തിരിച്ചു വരും. പോലീസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചിലപ്പോ അവനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. മനസ്സിലായില്ല സർ, എന്താ പറഞ്ഞു വരുന്നത്? ഈ ആക്രമണങ്ങളുടെ ഒക്കെ സൂത്രധാരൻ നിങ്ങളുടെ ഗാർമെന്റ്സിൽ തന്നെ ഉണ്ടെന്ന് എന്റെ ഒരു നിഗമനം. സാർ എന്താ ഈ പറയുന്നത്? നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ലോഡും കയറ്റി ലോറി പുറപ്പെടുമ്പോൾ ആ വിവരം കൃത്യമായി മയക്കുമരുന്ന് മാഫിയയ്ക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്കാ പാർവതിക്ക് നേരെ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. അവർക്ക് കൃത്യമായി വിവരങ്ങൾ നൽകാൻ അവരിൽ ഒരാൾ നിങ്ങളുടെ കമ്പനി തന്നെയാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല സാർ. ഞങ്ങളുടെ എംപ്ലോയീസ് എല്ലാവരും വിശ്വസ്തരാണ്. ഓഫീസ് സ്റ്റാഫ് ആയാലും ലേബേഴ്സ് ആയാലും എല്ലാവരും അങ്കിളിനോട് കൂറുള്ളവരാണ്. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാരുമില്ല.
ഒരു ക്രിമിനലിനും അവിടെ നുഴഞ്ഞു കയറാൻ കഴിയേയില്ല. അത് നിങ്ങളുടെ വിശ്വാസം. പോലീസുകാർ അവിടെ കയറി വന്ന് എല്ലാരെയും പിടിച്ചൊന്ന് കുടഞ്ഞാൽ പലരുടെയും തനിനിറം പുറത്തു വരും. വൈകാതെ ഞങ്ങളത് ചെയ്യും. നിങ്ങളെ അടക്കം അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ പോലീസ് മുറയിൽ വിശദമായി പരിചയപ്പെടും. അപ്പൊ ശരി, പടം. എക്സ്ക്യൂസ് മീ സാർ, ആ ക്രിമിനൽസിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ സാർ ആദ്യം എന്നെ അറിയിക്കണം. എന്തിന്? കൈലാസിന് നേരെ ഒരു മർഡർ അറ്റംപ്റ്റ് നടന്നോടെ അങ്കിൾ ആകെ അപ്സെറ്റാ. അങ്കിള് മാത്രമല്ല, മുക്തയും. ആളെ കൈ കിട്ടിയ അവര് ബാക്കി വയ്ക്കില്ല. ആദ്യം എന്നെ അറിയിച്ചാ ഞാനത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തോളാം.